ആലുവയ്ക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടാണ് കാണാൻ വന്നിരിക്കുന്നത്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ എലവേഷനും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല എടപ്പള്ളിയിലേക്കും ആലുവയ്ക്കും നമുക്ക് ഈസി ആയിട്ട് പോകുന്ന നല്ലൊരു ലൊക്കേഷനാണ്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. എയർപോർട്ടിലേക്ക് നമുക്ക് 30 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. എലവേഷനോട് ചേരുന്ന രീതിയിലുള്ള കോമ്പൗണ്ട് വാളാണ് ഇതിന് വന്നുള്ളത്. അതിൽ ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. മനോഹരമായിട്ട് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്തുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. പോർച്ചിൽ പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡുമാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരികയും ചെയ്യും. മാത്രമല്ല ഇവിടെയും ഒരു വാൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗ്ലാഡിങ് സ്റ്റോൺ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടക്കാനുള്ള സ്പേസ് ധാരാളം വരുന്നുണ്ട്. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം, ഇങ്ങനെ തന്നെ പോവാം. ഇവിടെ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗമാണ് സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരുന്നത്. ഇത്രയും സ്പേസിലൊക്കെ നമുക്ക് ചെടികൾ നടാവുന്നതാണ്. ജാലി ഡിസൈനിലാണ് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഇത് ഡൈനിങ്ങിലേക്ക് കയറാവുന്ന രീതിയിലാണ്, അതായത് ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലുമാണ് ഇവിടെ ഒരു വാതിൽ വന്നിട്ടുള്ളത്. നേരെ നമ്മൾ വർക്ക് സ്പേസിലേക്ക് വരികയാണ്. കിച്ചൺ കഴിഞ്ഞിട്ടുള്ളൊരു സ്പേസാണ്. ഇവിടെ നമ്പറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സിങ്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലംബിങ്ങിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡും ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇപ്പം നമ്മൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്, അതായത് അടുക്കളയുടെ വശത്തേക്ക് വന്നു. 2 സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് ഗേജോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരികയാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണറും വാട്ടർ ഫൗണ്ടനും ഒക്കെ വന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ വന്നിട്ടുണ്ട്. ആമ്പലിൻ്റെ വിത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. നല്ലൊരു ഫൗണ്ടനും കിട്ടുന്നുണ്ട്. വെൽ വാട്ടറാണ് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെയും വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് നോർത്തിലേക്കുമാണ്. നാനോ ടൈലിലാണ് ഇതിൻ്റെ സ്റ്റെപ്പും സിറ്റ് ഔട്ടും ഒക്കെ ചെയ്തിരിക്കുന്നത്. നേരെ അകത്തേക്ക് വരാം. ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 2 പീസ് ഡോറായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ഡോറും വന്നുള്ളത്. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണ്. ലിവിങ് സ്പേസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നത് ഈ ഡബിൾ ഹൈറ്റുള്ള ഏരിയയും ഇത് കൂടാതെ ഗ്ലാസിൻ്റെ വർക്കുമാണ്. UPVCയിൽ ടഫൻഡ് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കളർ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മേലെ മനോഹരമായിട്ടുള്ളൊരു ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വുഡിൻ്റെ ഒരു ടെക്സ്ചർ ബീഡിംഗ് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ഒരു ഭിത്തി പൂർണ്ണമായിട്ടും സിമെൻറ്റ് ടെക്സ്റ്റ് കൊണ്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഗോൾഡൻ ഡിസൈനിലുള്ള ലൈനുകളൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റിയൊക്കെ ഇടാവുന്നതുമാണ്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഇവിടെ ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ് വരുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഈ ലിവിങ്ങിനെ സെപ്പറേഷൻ ചെയ്യുന്നൊരു ഭാഗവും കൂടിയാണ്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെക്കാനുള്ളൊരു സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിലുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസാണ്. ഇതിനെ മനോഹരമാക്കുന്നത് ഈ വാഷ് കൗണ്ടറും അതിനോട് ചേർന്ന് വരുന്ന ഒരു എൻട്രൻസും കൂടിയാണ്. അപ്പം ഭംഗിയായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. സ്റ്റെയറിനകത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസായിട്ട് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വാഷ് കൗണ്ടറിലേക്ക് വരാം. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് മേലെ ബ്ലാക്ക് ഡിസൈനിലുള്ള വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്കൊക്കെ ജാങ്കോൻ്റെയാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു മിററും ലൈറ്റും ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ വന്നിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പം ഒറിജിനൽ പ്ലാന്റ്സൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ഇതിൻ്റെ സ്റ്റെപ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒന്ന് ചരിച്ച് കർവ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസ് നമുക്ക് പുറത്തും അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് ഇവിടെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പം ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. കൈ എത്തുന്ന ദൂരത്തെല്ലാം ധാരാളം കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മേലെ ഒരു വുഡ് കളർ ആണെന്നുണ്ടെങ്കിൽ താഴെ ഫൈബർ ഒരു ഗ്രേ കളർ ഡിസൈനിലാണ് ഇത് കൊടുത്തുള്ളത്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാവുന്ന രീതിയിൽ അതിനും ഒരു കവറിങ് വന്നിട്ടുണ്ട്. മേലെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും പില്ലർ കോക്കുമാണ് ഇതിന് വന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ധാരാളം പവർ പോയിന്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡൈനിങ്ങിൽ വിട്ടുപോയൊരു സംഭവം കൂടെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ വലിപ്പമുള്ളൊരു കോക്കറി ഷെൽഫും കൂടി ഉണ്ട്. അപ്പോൾ അത് വിസിബിളായിട്ട് കാണാവുന്ന രീതിയിലും അകത്ത് LED ലൈറ്റുകളോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു വാള് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പം ജനൽ തുറക്കാവുന്ന രീതിയിൽ നമുക്ക് ഒരു ബേ വിൻഡോ കിട്ടിയിട്ടുണ്ട്. കുഷൻ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പം ഈ ഭാഗം വരുന്ന സൗത്തും ഈ ഭാഗം വരുന്ന വെസ്റ്റുമാണ്. അപ്പം സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് നമുക്ക് ബെഡ്റൂം കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. നേരെ നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണ്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെയായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഇതിനൊരു കളർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെയായിട്ട് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള നല്ലൊരു ഷവർ സ്പേസും കിട്ടിയിട്ടുണ്ട്. സെറേന ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് സോപ്പും ലിക്വിഡ്സും ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ വാഷ് കൗണ്ടറിലേക്ക് വരികയാണ് നമ്മൾ. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ, അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ടർക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് വെറ്റും ഡ്രൈ ആയിട്ട് നമുക്ക് വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് സൈഡിലായിട്ടും സ്പേസ് വരുന്നുണ്ട്. അതായത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ് വന്നുള്ളത്. അവിടെ കബോർഡ് വന്നിരിക്കുകയാണ്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വിൻഡോസുകളെല്ലാം തന്നെ വലിപ്പമുള്ള വിൻഡോസുകളാണ്. നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് വേറിട്ടൊരു ഡിസൈനിലാണ്. ഇതിൽ ഹാൻഡിൽ വന്നിരിക്കുന്നത് വുഡിൻ്റെയാണ്. വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കണ്ടുവരുന്ന സ്റ്റെപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലാന്റ്സ് വയ്ക്കാവുന്നതുമാണ്. നേരെ മേലേക്ക് കയറി ഒന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗത്തും ഒരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഭിത്തി ഒന്ന് കളർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലേക്ക് കയറാം. ഇതൊരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് ആണ്. ഇതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മാത്രം അകത്തേക്ക് വരുന്ന രീതിയിൽ. കയറി വരുന്ന അപ്പർ ലിവിങ് സ്പേസിലെ ടൈലിൻ്റെ വർക്കും ഭംഗിയുള്ളൊരു ടൈൽ വർക്കാണ്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ബീം ബാഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഫ്രണ്ടിലായിട്ട് TV സ്പേസ് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ആ ടൈലിന് ചേരുന്ന രീതിയിലുള്ള മൈക്ക ലാമിനേഷനാണ് ഇവിടെയും വന്നുള്ളത്. ഫാൾ സീലിംഗ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. പിന്നെ കബോർഡ് എടുത്ത് പറയേണ്ടതാണ്. ഒരു വാളിനെ കവർ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ്. മിറർ വന്നിട്ടുണ്ട്. മേലെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ബേ വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് നല്ലൊരു വ്യൂവും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ബെഡ്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ താഴെ ഉള്ളതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ പ്ലാന്റ്സുകൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും ഇവിടെ. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ കബോർഡ് വന്നിട്ടുണ്ട്. ബേ വിൻഡോ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലൊരു നമുക്കൊരു ബാൽക്കണി കൂടി കിട്ടുന്നുണ്ട്. ഇതിന് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം.
ചെടി വയ്ക്കാം. ഈ സൈഡിലൊക്കെ നമുക്ക് ചെടി വയ്ക്കാവുന്നതാണ്. ഇവിടെ 304ൻ്റെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ്സും വരുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ്. നമുക്കൊന്ന് ബാത്റൂം ചെക്ക് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്, ഡയവേറ്ററാണ് വന്നുള്ളത്. ഇതിന് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് വന്നിട്ടുണ്ട്. ഒന്ന് താഴ്ത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇവിടെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് അതിനും വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് പോവാം. സ്റ്റോറേജ് സ്പേസ്, യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി സ്പേസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സ്പേസാണത്. അപ്പം ഇത് ഫുള്ള് റൂഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻ്റ്, വാട്ടർ പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്. അയൺ ടേബിൾ ഇടാനുള്ള സൗകര്യമുണ്ട്. ഇതും ഗ്ലാസ് വിൻഡോസാണ് വന്നത്, സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ. ഇതിനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഡോറാണിത്. ഇവിടെ ഏത് സമയവും വെള്ളം അടിക്കുന്നൊരു ഭാഗം, അതായത് കാറ്റും മഴയും കൊള്ളുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അലൂമിനിയത്തിലാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തുള്ളത്. നേരെ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് നിൽക്കുന്നത്. കോൺക്രീറ്റിലാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്, ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. കവേഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്, അതിവിശാലമായിട്ടുള്ളൊരു ബാൽക്കണി എന്ന് തന്നെ പറയാം. ഫ്രണ്ടിൽ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫ്ഡ് ഗ്ലാസ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ കാര്യങ്ങൾ വരുന്നുണ്ട്. മേലെയായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് കൊടുത്തുള്ളത്. ഇത് കൂടാതെ ഇവിടെ ഒരു ഹുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഊഞ്ഞാലൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡിയും ഒരു വലിപ്പമുള്ളൊരു ബാൽക്കണിയൊക്കെ കൂടി ഭംഗിയായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,10 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.